ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. ഒരുപക്ഷെ നമ്മൾ അത്ര ഈസി ആയിട്ട് അത് കേട്ടിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ. വഴിയുടെയും പുണ്യത്തിൻ്റെയും ക്ലാസിക്, ഇതാണ് മനോജ് സാറ് നമ്മളിലേക്ക് പകർന്നു തരാൻ പോകുന്നത്. താവോയിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനോഹരമായ ഒരു ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ചില ഭാഗങ്ങൾ ഒരു ബുക്ക് റിവ്യൂ പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന് വേണം വിചാരിക്കാൻ. രഹസ്യത്തിൻ്റെ മുകളിലുള്ള രഹസ്യം, എല്ലാ ധാരണകളിലേക്കും തുറക്കുന്ന കവാടം. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സബു സാർ. വീണ്ടും നമ്മുടെ മനോഹരമായ ഒരു സായാഹ്നത്തിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഈ ഇരിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇങ്ങനെ വേറിട്ട ഒരു സബ്ജക്റ്റ് ഇപ്പോൾ തന്നെ സാറ് സൂചിപ്പിച്ചു. പക്ഷേ ഈ സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെ ആണെന്നാണ് എൻ്റെ ധാരണ. കാര്യം ലവോത്സുവിനെ കുറിച്ച് അറിയാത്തവർ വളരെ കുറവാണ്. ലവോത്സുവിൻ്റെ കോട്ടുകൾ നമ്മളെപ്പോഴും പ്രത്യേകിച്ചും സൈക്കോളജി ക്ലാസ്സുകളിൽ, സ്പിരിച്വൽ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണ് ലവോത്സു. ലവോത്സുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനായിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആകെക്കൂടെ അദ്ദേഹം 90-ാം വയസ്സിൽ എഴുതിയ ഒരു ബുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ തവോ തേ ചിങ് എന്ന് പറയുന്നത്. ഒറ്റ ബുക്ക് എഴുതിയിട്ടുള്ളൂ. 90-ാം വയസ്സിൽ അദ്ദേഹം ഹിമാലയത്തിൽ പോയ വഴിക്ക്, ഹിമാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ ഇടയിൽ 2 ദിവസം കൊണ്ട് 2 രാത്രികൾ കൊണ്ട് എഴുതിയ ഒരു ബുക്കാണിത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ വഴിയെ ഞാൻ പറയാം. അപ്പോൾ ഈ ബുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലവോത്സുവിലൂടെ നമ്മൾ ഒരു വഴി തെളിയിക്കുന്നത്. താവോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വഴി, വേ എന്നൊക്കെയാണ് അതിൻ്റെ ചൈനീസ് മീനിങ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ ഒരു വഴി തെളിക്കുകയാണ് ഇദ്ദേഹം ഈ ബുക്കിലൂടെ. ലവോത്സു ചെയ്യുന്നത് അന്നുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം 2600 വർഷങ്ങൾക്ക് മുന്നേ 4th സെഞ്ച്വറിയിൽ എഴുതിയതാണ് ഈ ബുക്ക്. 2600 വർഷങ്ങൾക്ക് മുൻപേ. അപ്പോൾ തന്നെ ആ ബുക്കിൻ്റെ അന്നത്തെ പ്രാധാന്യവും ഒക്കെ നമ്മൾ ചൈനീസ് സംസ്കാരത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അതിന് ശേഷം ഈ ഈ ബുക്കിന് തന്നെ ഒരുപാട് പ്രാധാന്യം ലോകമെമ്പാടും കിട്ടി. ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് മൊഴിമാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തിയ 2ാമത്തെ ബുക്കാണിത് ശരിക്കും പറഞ്ഞാൽ. ബൈബിളിന് ശേഷം ഒരുപാട് പേര് ഇതിനെ ട്രാൻസ്ലേഷൻ പല ഭാഷകളിലായി. ഇംഗ്ലീഷിൽ തന്നെ ഏതാണ്ട് 40ഓളം ട്രാൻസ്ലേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പല ഭാഷകളിലുമുണ്ട്. കുറച്ചു കാലം മുന്നെയാണ് നമ്മുടെ മലയാളത്തിലേക്കും ഷൗക്കത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം ചരിത്രകാരനാണ്. ഒരുപാട് സ്പിരിച്വൽ ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ ഗുരു ചൈതന്യയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഈ പുസ്തകം ഒരു വളരെ മനോഹരമായിട്ട് അദ്ദേഹവും മലയാളത്തിലേക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വായിക്കുവാനിടയായി. അത് വായിക്കുവാനാണെങ്കിൽ ദിവസം അതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് 81 ചാപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. വേഴ്സസ് ആണ് അത്. എല്ലാം ചെറിയ ചെറിയ ചാപ്റ്ററുകൾ. പക്ഷേ 81 ചാപ്റ്ററുകൾ എഴുതിയിട്ടുണ്ട് ലവോത്സു. ആ 81 ചാപ്റ്ററുകളായി അദ്ദേഹം വളരെ കുറച്ച് ലൈനുകളെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഓരോ ലൈനും നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ പഠിക്കേണ്ട പ്രകൃതിയുടെ രഹസ്യങ്ങൾ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇത് രഹസ്യമാണെന്നും നിഗൂഢതയുണ്ടെന്നൊക്കെ പറയുന്നത്. ഓരോ വരികളും ഓരോ വേർഡും വേണമെങ്കിൽ പറയാം, അത്രമാത്രം ഗാഢമാണ്. അതിൽ കൂടെ നമ്മൾ ശരിക്കും ഒരു റിസർച്ചറുടെ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളിൻ്റെ പാഠവത്തോടെ മാത്രം അതിനെ നോക്കിയാൽ അതിലെ ഓരോ വരികളും ഓരോ വേർഡും മനസ്സിലാവുകയുള്ളൂ. അത്രമാത്രം ഡെപ്ത് ഉണ്ട്. നമുക്കിത് വായിക്കുമ്പോൾ വളരെ കഠിനമാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് വായിച്ച് പോകുമ്പോൾ നമ്മളിലൊരു ഇതിനൊരു ആകാംക്ഷയാണ്, ഇത് എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന്. അങ്ങനെ അടുത്തടുത്ത പേജുകളിലേക്ക് നമുക്ക് പോകാൻ ഞാൻ വളരെ അടുത്ത കാലത്താണ് ഈ ബുക്കിനെ കുറിച്ച് അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്കധികം ഇത് വായിക്കാൻ പറ്റില്ല. എനിക്ക് 3-4 ചാപ്റ്ററുകളെ വായിക്കാൻ പറ്റുള്ളൂ ഇതേവരെ. അത്രമാത്രം സ്ലോയിൽ ആണ് ഇത് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ച ചാപ്റ്ററിൽ നിന്ന് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നാണ് എനിക്കിങ്ങനെ ഒരു തീം ഞാൻ സെലക്ട് ചെയ്തും അതിൻ്റെ ഒരു കണ്ടന്റ് എടുത്തതും ഒക്കെ സത്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലാക്കാൻ പ്രയാസമെന്ന് തോന്നുമെങ്കിലുണ്ട്. വളരെ സിമ്പിളും സൗമ്യമായ ജീവിതമായിരുന്നു. ജീവിതം കൊണ്ട്
ഈ പ്രകൃതിക്ക് പകർന്ന് അതിൻ്റെ വൈബ്രേഷൻസ് പകർന്നു നൽകിയ ഒരു ആൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലവോത്സു. അദ്ദേഹം പ്രകൃതിയിൽ കൂടെയാണ് എല്ലാത്തിനെയും കണ്ടത്. പ്രകൃതിയിൽ നിന്നല്ലാത്തതായിട്ട് ഒരു കാര്യമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതും വിശ്വസിച്ചതും ഒക്കെ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുമാതിരി അദ്ദേഹത്തിൻ്റെ ഏക ഒരു പുസ്തകമാണ് ഈ താവോ തേ സിംഗ്. അപ്പോൾ അതിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ലാളിത്യമൊക്കെ മനസ്സിലാവും. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പല ആവർത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അതിനകത്ത് സത്യം ഉണ്ടെന്നും അതാണ് പരമമായ സത്യം എന്നൊക്കെ ഒരു ചെറിയ തോന്നൽ നമ്മൾ ഉണ്ടാകും. അത്രമാത്രം ഇതിനകത്ത് മീനിങ് ഫുള്ളാണ് അതിൻ്റെ ഓരോ വരിയും. അപ്പോൾ ശരിക്കും പറഞ്ഞതിന് ഈ തവോ തേ ചിങ് എന്ന് പറയുന്ന ചൈനീസ് വേർഡാണ്. അതിന് പല ട്രാൻസ്ലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ പലയിടത്തും കണ്ടത് ശരിക്കും പറഞ്ഞാൽ അത് താവോയുടെ ഒരു പുസ്തകം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതിനകത്ത് എന്താണ് പറയുന്നത് വെച്ചാൽ പറയാനോ അറിയാനോ കഴിയാത്ത നിഗൂഢതയാണ് താവോ എന്ന് പറഞ്ഞാൽ അത് വഴിയാണ്, നിഗൂഢമായൊരു വഴിയാണ്. ഇറ്റ്സ് എ വേ. അപ്പോൾ ആ വഴിയിൽ കൂടെയുള്ള സഞ്ചാരത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനകത്തെ ഈ പറയുന്ന ഫിലോസഫിയിലെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ആവർത്തികൾ വായിക്കണം. ഈ പുസ്തകത്തിലെ ഓരോ വരിയും അത് പറയും തോറും സങ്കീർണമായ വഴി ചിലപ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇത്ര സങ്കീർണമായ ഒരു വഴിയിൽ കൂടെ പിന്നെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു കഥയോടുകൂടി ഈ ഈ ഈ നമ്മുടെ ഇന്നത്തെ തീമും ഇന്നത്തെ സെഷൻ ഞാൻ ആരംഭിക്കാം. ആ കഥ ഇങ്ങനെയാണ്. ഒരു കാടിന് തീ പിടിച്ചു. ഓക്കെ, ആ തീ വലിയ തീയായിരുന്നു. തീ ആളിപ്പടർന്നു. മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഈ തീ കണ്ട് ചിതറിയോടി. പക്ഷെ അതിലൊരു കുഞ്ഞു പക്ഷി അടുത്തുള്ള കടലിലേക്ക് പറന്നിറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ചിറകുകളെല്ലാം നനച്ചുകൊണ്ട് ആ നിറഞ്ഞ ചിറകുകളുമായിട്ട് ഈ വെള്ളം ഈ കാട്ടുതീക്ക് മുകളിലെത്തി അതിങ്ങനെ കുടയുകയാണ്. ഇതിങ്ങനെ കുടയും, പിന്നെയും തിരിച്ചു പോകും, പിന്നെയും കുടയും. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ഇത് കണ്ട് വേറൊരു പക്ഷിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചു. അതിന് ക്ഷമ കിട്ടാതെ ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇതിൻ്റെ ഈ കുഞ്ഞ് തൂവലിൽ നിന്ന് ഈ ഇറ്റിറ്റ് വീഴുന്ന വെള്ളം കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ഇത് വലിയ കാട്ടുതീയാണ്. അതുകൊണ്ട് നീ ഈ കാട്ടുതീയിൽപ്പെട്ട് ചത്തുപോകുന്നതിനു പകരം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കൂ എന്ന് ആ മറ്റേ പക്ഷി ഈ കുഞ്ഞു പക്ഷിയോട് പറഞ്ഞു. അത് വളരെ സരസമായി അല്ലെങ്കിൽ വളരെ സൗമ്യമായി അത് പറഞ്ഞു, അറിയാം സുഹൃത്തേ, ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം, എന്നാൽ എനിക്കിത് ചെയ്യാതിരിക്കാനാവില്ല എന്നാണ് ആ കുഞ്ഞു പക്ഷി പറഞ്ഞത്. ഇതൊരു ദയനീയ അവസ്ഥയാണ്. ഈ ദയനീയ അവസ്ഥയെ കണ്ടില്ലെന്ന് നടിച്ച് രക്ഷപ്പെടാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല എന്നാണ് ആ കുഞ്ഞു പക്ഷി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മളിത് വായിക്കുന്നവരിലും നമുക്ക് ഈ പറഞ്ഞല്ലോ അറിയാം, മൊത്തം ലോകത്തിലെല്ലാം ഈ പറഞ്ഞുള്ള അവസ്ഥകൾ പലതാണല്ലോ. അപ്പോൾ ആ കുഞ്ഞു പക്ഷിയുടെ കഥയിലും ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പലതും നമുക്ക് കണ്ടില്ലെന്ന് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അപ്പോൾ ഇത് ശരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തുടക്കത്തിൽ കൂടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നതൊക്കെ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വായിക്കുമ്പോഴുണ്ട് ഒരു അന്വേഷകരുടെ ഒരു ബുദ്ധി നമുക്കും തോന്നും. അപ്പോൾ അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവരെയും ആകർഷിച്ചത് ഒരുപക്ഷെ ഇതിലുള്ള ഈ അന്വേഷണ ബുദ്ധി തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ലവോത്സു ഈ കഥയിലൂടെ പറഞ്ഞത്. അത് തന്നെയാണ് എല്ലാവരുടെയും ഒരു വഴികാട്ടിയായത്. അദ്ദേഹം ഒരു വഴികാട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ലൈനും ഓരോ വാക്കും ശരിക്കും പറഞ്ഞാൽ ഓരോ മുത്തുകളാണ്, ഓരോ രത്നങ്ങളാണ്. അത്രമാത്രം സൗഹാർദ്ദതയുണ്ട് ഇതിൻ്റെ വാക്കുകൾക്കും വേർഡുകൾക്കും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈലൻസ് ഫീൽ ചെയ്യും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സാകെ ഒരു മൗനത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ചില ടീച്ചർമാരിൽ ഒരു ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഓരോ വാക്കും നമ്മൾ ആ ഗുരുവിനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യരെ പോലെയായിത്തീരും. ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ കൂടെയുള്ള ട്രാൻസ്ലേഷൻ വായിച്ചാൽ എന്തുവാ, ഇംഗ്ലീഷിലുള്ള നല്ല നല്ല ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് പേജുകൾ കൂടി പോയി ശരിക്കും നമ്മൾക്ക് വേണ്ട ഒരു ഗുരു സംസാരിക്കുകയാണെന്ന് പലപ്പോഴും ഈ പുസ്തകത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ലോകത്തിലേക്ക് ഏറ്റവും ഈ പറഞ്ഞ പോലെ ബൈബിളിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, ട്രാൻസ്ലേഷൻസ് ഏറ്റവും കൂടുതൽ പിന്നെ ഇതിന് ബൈബിളിന് ശേഷം ആൾക്കാർ വായിച്ച് പലരും ഇതിനെ വായിച്ചതിന് ശേഷം ഇത് ഒരുപാട് കോൺട്രവേഴ്സികളിലും എത്തിയിട്ടുണ്ട്. കാര്യം ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയതിന് ശേഷം
ഹിമാലയത്തിലേക്ക് പോയതിനു ശേഷം ഇദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സ്യൂഡോ സ്റ്റോറിയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പോലും പറയുന്ന ആ, ആ, വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വെറുതെ എഴുതി വെച്ചതാണ്. ഈ ലവോത്സു എന്ന് പറയുന്ന ഒരാളെ ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറയാം, അറിയാമല്ലോ. ഏത് പുസ്തകത്തിനും അതിനായിട്ടുള്ള കോൺട്രവേഴ്സറി ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തത്വചിന്തകൾ, ഫിലോസഫികളൊക്കെ വരുമ്പോൾ അതിന് കോൺട്രവേഴ്സി ആയിട്ട് പലരും അവരുടെ ഇതിനകത്തുള്ള പോയിന്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ട് പലരും ഇതിനെ ഖണ്ഡിക്കാറുണ്ട്. പക്ഷേ ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിലും പലർക്കും ഈ ബുക്ക് ഒരു 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 ഗൈഡായിട്ടാണ്, ജീവിതത്തിൽ പ്രകൃതിയുമായിട്ട് എങ്ങനെ മുന്നേറി ജീവിക്കാനുള്ള ഒരു ഗൈഡായിട്ടാണ് ഈ പുസ്തകത്തെ പലരും കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളിലൂടെ ഈ ഈ ഈ ഈ ലവേഴ്സിലൂടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അത് വളരെ എന്താണ് നമ്മുടെ അത് ഈ യാത്രയിലൂടെ അദ്ദേഹം പല കമ്പാരിസൺ നടത്തി പല കോട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലവോട്സുവിൻ്റെ കോട്ടുകൾ പലരും ഈ പല വേദികളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ ഇതിലൊക്കെ കാണുകയുള്ളൂ. അതിൻ്റെ അർത്ഥങ്ങൾ തേടി പിന്നെ നമുക്ക് പോയാൽ ശരിക്കും പറഞ്ഞാൽ അത് അർത്ഥങ്ങൾ എത്തുമ്പോൾ നമുക്കത് വളരെ സരസമായിട്ട് തോന്നുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ലവോത്സുവിനെ കുറിച്ച് കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം കൺഫ്യൂഷ്യസ് ഈ അന്നത്തെ ചൈനീസ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ ലവോത്സുവിൻ്റെ ഒരു ഫോട്ടോ പോലും എങ്ങും കാണാൻ പറ്റില്ല. അദ്ദേഹം സാധാരണ മനുഷ്യരുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇഴകിച്ചേർന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരു ലൈബ്രറിയൻ ആയിരുന്നു, ഒരു രാജാവിൻ്റെ. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങളുടെ ഇടയിൽ നിന്നുമൊക്കെ ഉള്ള ഒരു ജീവിതമായിട്ട് അവസാനം സാധാരണ പൊതുജനങ്ങളിൽ നിന്നൊക്കെ വളരെ അകന്നു നിന്ന്, എന്നാൽ അദ്ദേഹം ഒരുപാട് പ്രകൃതിയിൽ യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വളരെ ചുരുക്കം ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൺഫ്യൂഷ്യസ് പറഞ്ഞത് ഇദ്ദേഹം ഏറ്റവും അക്കാലത്ത് ജീവിച്ചിരുന്നതിലേക്കും ഏറ്റവും വലിയൊരു മഹാനായ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തത്വങ്ങളും ചിന്തകളും ഒക്കെ അത് ലോകത്തിൽ എത്തണമെന്നൊക്കെ പറഞ്ഞ് ഈ കൺഫ്യൂഷ്യസും പറഞ്ഞ ഒരു ചൈനീസ് ഫിലോസഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ഈ തത്വചിന്തകളൊക്കെ നമുക്ക് പല പല രീതിയിൽ നമുക്ക് പല പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് കേൾക്കാനും പറ്റും. കൺഫ്യൂഷ്യസ് കുങ് ഫു സുലു എന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ഇദ്ദേഹം സമകാലികനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ലവോത്സുവിൻ്റെ. അപ്പോൾ അദ്ദേഹമാണ് ഇദ്ദേഹത്തെ പിന്നെ കുറച്ച് കാര്യങ്ങളെങ്കിലും കൺഫ്യൂഷ്യസിൽ കൂടിയാണ് സാധാരണ ഈ ലോകത്തിന് അറിയാനും പറ്റിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ കൂടെയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ഈ ലവോത്സുവിനെ അറിഞ്ഞതുമൊക്കെ. ഏറ്റവും പിന്നെ അതിനുശേഷം ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ആളായി മാറി അദ്ദേഹത്തിന്. പിന്നീട് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായെന്നുള്ളതും ചരിത്രമാണ്. അതിനുശേഷമാണ് ഈ ഒറ്റ ബുക്ക് എഴുതിയതിന് ശേഷം ആ രാത്രിയിൽ അദ്ദേഹം ഹിമാലയത്തിൽ പോയതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്നാണ് ഏറ്റവും ഇതിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ ധാരണ. അതുകൊണ്ടാണ് ഇത് സ്യൂഡോ സയൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫിലോസഫിയിലൊന്നും ഇതിനകത്ത് വേറെ ആരും എഴുതിയാണെന്നൊക്കെ പോലും പറയുന്നവരുണ്ട്. ഇനി അതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഈ പുസ്തകത്തിലൂടെ ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ എടുത്ത ഒരു ചെറിയ കണ്ടൻ്റാണ് ഇന്ന് ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ചു നേരം എടുത്തു എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ലവോത്സുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ പുസ്തകം തീർച്ചയായിട്ടും താവോ തേ ചിങ് എന്ന് പറഞ്ഞ പുസ്തകം എല്ലാവരും വായിക്കുകയും കൂടെ ചെയ്യണം. സമയമെടുക്കുമെങ്കിലും ഇറ്റ്സ് ഒരു വലിയ റെഫറൻസ് ആണ്. ഓക്കെ, പ്രപഞ്ചത്തിലൂടെ മനുഷ്യജീവിതം അറിയാനും മനുഷ്യർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള ചെറിയ ദാർശനിക ദർശനങ്ങളൊക്കെ ഈ ബുക്കിൽ കൂടി തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടും. നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ഒന്ന് ഷെയർ ചെയ്യുന്നു.
വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് കിടക്കാം. ലവോ ട്സൂസ് താവോ ദ ചിങ്. ശരിക്കും പറഞ്ഞാൽ ഈ കൃതി ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ഗഹനവും കാവ്യാത്മകവുമായ ഒരു ദാർശനിക ഗ്രന്ഥങ്ങളിലൊന്നാണ്. ഇത് ലവോ ട്സു എഴുതിയതായിട്ടാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ പല ബുക്കുകൾ, ഇതിൽ കൂടെയുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന പല കോട്ടുകളും നമുക്ക് പലരും ഇതിനെ കോട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി. ഇതെല്ലാം ഈ 2600 വർഷങ്ങൾക്ക് മുന്നേ ലവോ ട്സുവിന്റെ തന്നെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ചൈനീസ് ലിപികൾ ഉണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 81 ചാപ്റ്ററുകളുണ്ട്. ആ 81 ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്ററിലെ കണ്ടന്റാണ് ഇന്ന് ഇവിടെ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗഹനമായ സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം ഇതിൻ്റെ ചില കണ്ടന്റുകൾ ഒരുപക്ഷെ നമ്മൾക്ക് പോലും മനസ്സിലാകാത്ത പോയിന്റുകൾ എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് ഒരു ചിന്തിക്കാനുള്ള ഒരു സബ്ജക്റ്റാണെന്ന് മാത്രം കരുതി, അത് എനിക്ക് അതിലുള്ള ഒരു അറിവുകേട് ആണെന്ന് കരുതി വേണം നമ്മൾ ഈ സബ്ജക്റ്റിനെ പ്രത്യേകിച്ചും കരുതാൻ. The Tao Te Ching is a timeless guide to living in harmony with universe. Chapter 1 opens with a paradox. The Tao that can be spoken is not the eternal Tao. So this sets the tone for a philosophy that values mystery, silence and intuitive understanding. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തവോ തേ ചിങ് പ്രകൃതിയുമായി ഐക്യത്തിൽ ജീവിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. ശരിക്കും പറഞ്ഞാൽ അതിലെ അധ്യായം 1 തന്നെ ഒരു വൈരുദ്ധ്യമാണ്, ഒരു പാരഡോക്സ് ആണ്. ആരംഭിക്കുന്നത് തന്നെ അതാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാവുന്ന താവോ ശാശ്വതമായ താവോ അല്ല. അതിന്റെ മീനിങ് പിന്നീട് നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെന്നുള്ളത്. അത് തന്നെ ഒരു നിഗൂഢത, നിശബ്ദത, അല്ലെങ്കിൽ അതിനകത്തെ ഒരു അവബോധത്തിന്റെ ഒരു ധാരണ എന്നിവയെ വിലമതിക്കുന്ന ഒരു തത്വചിന്തയുടെ ഒരു ടോണാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ വാചകങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഈ വാക്കുകൾക്കും അപ്പുറത്തുള്ള സത്യത്തെ അനുഭവിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ പുസ്തകം തന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിങ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഒരു ടേമാണ്. ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനകത്ത് വേണമെങ്കിൽ ഒരു സ്ക്രിപ്ചറായിട്ട് എടുക്കാം. പല നമ്മുടെയൊക്കെ തന്നെ പലതരത്തിലുള്ള സ്ക്രിപ്റ്റുകളുടെ കൂട്ടത്തിലൊന്നായിട്ട് അതിനെ കൃതാക്കാം. താവോ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, അതെന്ന് പറഞ്ഞാൽ വഴിയാണ്, ദ വേ ആണ്. തേ എന്ന് പറഞ്ഞാൽ വെർച്യൂ ഓർ പവർ. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയാൽ ദ ക്ലാസിക് ഓഫ് വേ ആൻഡ് വെർച്യൂ എന്ന് പറയാം. ദ ക്ലാസിക് ഓഫ് വേ ആൻഡ് വെർച്യൂ, ഇതാണ് ഇതിന്റെ ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇറ്റ്സ് എ വേ ഓഫ് വെർച്യൂസ്, പവർ. ഇനി ഇതിന്റെ കോർ തീം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. Tao, the way, the inexpressible natural order of the universe. It is not something to be grasped intellectually, but lived in harmony with. Te, or the virtue or power, the manifestation of Tao in action, living with humility, compassion, and simplicity. The view is not passive inaction, but effortless action aligned with nature's flow. This is a paradox, and the mystery is the text often uses paradoxes to express truths beyond logic. There is one example is like the soft overcomes the hard. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, പ്രപഞ്ചത്തിൻ്റെ വഴി പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു നിയമമായിട്ട് ഇതിനെ കാണണം.
ശരിക്കും പറയുന്നത് എന്താണ്, ഒരു ബുദ്ധിപരമായിട്ടല്ല, മറിച്ച് അതിനോട് നമ്മൾ ഒന്ന് യോജിച്ച് ജീവിക്കേണ്ടതാണെന്നാണ് ശരിക്കും പ്രകൃതിയുമായിട്ട് യോജിച്ച് ജീവിക്കേണ്ട ഒരു ക്രമമാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ വളരെ വിനയത്തോടുകൂടി ജീവിക്കണം, വളരെ കാരുണ്യമുള്ളവരായിട്ട് ജീവിക്കണം, കാരുണ്യം വേണം, വളരെ സിമ്പിളുമായിരിക്കണം, ലാളിത്യവും എന്നിവയുടെ ജീവിക്കുന്നതാണ് ഇതിൻ്റെ പൊരുൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ നിഷ്ക്രിയരായിരുന്ന് ക്രിയകളൊന്നും ചെയ്യേണ്ടെന്നല്ല ഇത് അനുശാസിക്കുന്നത്, മറിച്ച് നമ്മൾ പ്രകൃതിയുമായിട്ട് പ്രകൃതിയുടെ ഒരു ഒഴുക്കിൽ അതിന് യോജിച്ച അനുസൃതമായ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കണമെന്നാണ് ഇതിനകത്ത് പറയുന്ന ഇതിൻ്റെ ഇതിവൃത്തവും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഒരുപക്ഷെ ഈ വരികളൊക്കെ വായിക്കുമ്പോൾ ഇതിനകത്തൊരു വിരോധാഭാസം തോന്നാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പാരഡോക്സ് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി എന്നൊക്കെ എന്നെ വിളിച്ചത്. ഓക്കെ, ഒരുപക്ഷെ അതിൻ്റെ യുക്തിക്ക് അപ്പുറവുമായിരിക്കാം, എങ്കിലും ഇങ്ങനെയുള്ള വാചകങ്ങൾ മാത്രമേ നമുക്ക് ഈ ബുക്കിൽ കൂടെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇത് സോഫ്റ്റ് ഓവർകംസ് ദ ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സോഫ്റ്റ് ആയത്, മൃദുവായത് കഠിനമായതിനെ മറികടക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ സാരാംശം. വളരെ സോഫ്റ്റ് ആയത് അല്ലെങ്കിൽ മൃദുവായത് കഠിനമായതിനെ മറികടക്കും. ദാറ്റ്സ് എ പാരഡോക്സ് വേ ഓഫ് ദി ഫിലോസഫി. ഇനി ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കീ വേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. The name that can be named is not the eternal name. Free from desire, you see the mystery. Full of desire, you see the manifestation. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ നോക്കിയാൽ 2 വരികളുടെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറയാം. നമ്പർ 1, നെയിമിംഗ് ലിമിറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ്. ഡിസയർ ക്ലൗഡ്സ് പെർസെപ്ഷൻസ്. ഡിറ്റാച്ച്മെന്റ് റിവീൽസ് ഡീപ്പർ ട്രൂത്ത്സ്. അപ്പോൾ ഈ പറയുന്ന വാചകളൊന്നും കേട്ട് നമ്മൾ ഒരുപക്ഷെ നമുക്ക് തന്നെ മനസ്സിലാകാതെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു സംശയം തോന്നുമായിരിക്കും ഒരുപക്ഷെ, ഇല്ലേ? എനിക്ക് തോന്നി, ഒരുപക്ഷെ ഈ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ തോന്നായിരിക്കും. ഇതിൻ്റെ ചുരുക്കം, നമ്മൾക്ക് അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരുമാതിരി കൺഫ്യൂഷൻ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ സാരാംശം അതാണ്. അതേസമയം നമ്മൾ ആഗ്രഹമൊന്നും ഇല്ലാതെ അതിൽ നിന്നൊക്കെ മുക്തനായി പോയാൽ നമ്മൾ ഈ വഴിയിലെത്തും. അതാണ് എൻ്റെ രഹസ്യം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ മാത്രം നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്നെങ്കിൽ നമുക്കത് മാനിഫെസ്റ്റേഷൻസ് മാത്രമായിരിക്കും, അത് ജീവിതമായിരിക്കില്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഡിറ്റാച്ച്, ജീവിതത്തിൽ ഈ സുഖസൗകര്യങ്ങളടക്കം പലതിനെയും നമ്മൾ തേടിപ്പോകുന്നത് കൊണ്ടും. അപ്പോൾ കുറച്ചൊക്കെ ഡിറ്റാച്ച്മെന്റ് വേണം, സുഖസൗകര്യങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെ പോകുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. സത്യം അവിടെയുണ്ട്, സത്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലാവോ ത്സു പറയുന്നത്, പ്രകൃതിയിലുള്ള സത്യങ്ങൾ. അപ്പൊ ഇതൊക്കെ അറിയണമെങ്കിൽ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു പാത്തിൽ കൂടെ, ഒരു വഴിയിൽ കൂടെ നമ്മളും കിട്ടുന്ന സാഹചര്യങ്ങൾ കൂടിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നും നമുക്ക് പലതും പഠിക്കാൻ പറ്റും എന്നാണ് ലാവോ ത്സു നമ്മളെ പഠിക്കുന്നത്. അല്ല, ആഴത്തുള്ള സത്യങ്ങളാണ്. അതുപോലെ പ്രകൃതി തന്നെ ഒരു വലിയ നിഗൂഢമാണെന്നാണ് ലാവോ ത്സു പലപ്പോഴും പറയാറുള്ളത്. അതിലെ ഇതുവരെയുള്ള മനുഷ്യന് ഈ പ്രപഞ്ചത്തിലുള്ള രഹസ്യങ്ങളും നിഗൂഢ കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലായിട്ടല്ലെന്നാണ് അന്നേ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? നമ്മളുടെ കൺട്രോളിൽ എത്ര കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? സംഭവിക്കേണ്ടത് പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചും പ്രകൃതി തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ നടക്കാറുള്ളൂ. നമ്മൾക്കതിന് എതിരായിട്ട് എത്ര ബലമായിട്ട് നീങ്ങാം എന്നുള്ള, ഇപ്പോഴും മനുഷ്യരൊക്കെ അശക്തരാണ്. പക്ഷെ ആ ശക്തി ഉണ്ട്, അതിനെ തിരിച്ചറിയുക എന്നുള്ള ഒരു സ്പിരിച്വൽ ലൈനിലൊക്കെയാണ് പലപ്പോഴും. ഒരുപക്ഷെ ലാവോ ത്സുവിൻ്റെ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ സ്പിരിച്വലി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പല സ്ക്രിപ്റ്റേഴ്സിൽ ഇതിനോട് സമാനമായ ഒരുപാട് ചിന്താഗതികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ആഹ്വാനങ്ങളൊക്കെ പല സ്ക്രിപ്റ്റേഴ്സിൽ നമുക്ക് കാണാനും പറ്റും. ഇതിൻ്റെ കോർ കൺസെപ്റ്റ്സ് എന്ന് ചോദിച്ചാൽ ദ വേ, മെയിനായിട്ടുള്ള വഴി, നെയിംലെസ് ആൻഡ് നെയിംഡ് എന്ന് പറയും. നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന എല്ലാം നാമരൂപങ്ങളാണെന്നാണ് ലാവോ ത്സു പറയുന്നത്. അന്ന് മുതലേ
അപ്പൊ നാമങ്ങളും ഉണ്ട്, നാമങ്ങളില്ലാത്തതും ഉണ്ട്. നെയിംലെസ് വേഴ്സസ് നെയിംഡ് ഡിസയർ വീൽസ് റിയാലിറ്റി. ശരിക്കും അതല്ല, നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യങ്ങളെ എപ്പോഴും നമ്മൾ എന്തുമാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുന്നു, ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ മറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലവോസോ പറയുന്ന ഇതിന്റെ കൺസെപ്റ്റ്. മിസ്റ്ററി ഈസ് ദ ഗേറ്റ് വേ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ശരിക്കുള്ള ജ്ഞാനം, വിസ്ഡം എന്നൊക്കെ പറയുന്നത് അതൊരു രഹസ്യമാണ്. നമ്മൾ ആ വാതിൽ കൂടെ മാത്രം, അത് തുറന്ന് അതിനകത്തുള്ളിൽ കൂടെയുള്ള യാത്രകളിൽ കൂടെ മാത്രം പോയാലേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഈ ചാപ്റ്റർ 1 വളരെ വിശദമായിട്ട് പല രീതിയിലും അതിൻ്റെ പല പെർസെപ്ഷനിൽ കൂടി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ എടുത്ത ഒരു കണ്ടന്റിൽ മാത്രം നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ റിഫ്ലക്ഷൻ നമ്മളുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ കൊണ്ടുവരണമെന്ന് നമുക്ക് നോക്കാം. ഇൻ ഡെയിലി ലൈഫ് വി ഓഫൺ സീക്ക് കൺട്രോൾ ത്രൂ നെയിമിങ് ആൻഡ് ഡിസയർ. നമ്മുടെ ദൈനംദിന ജീവിതം എടുക്കൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളുള്ള നാമരൂപങ്ങളിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ നിയന്ത്രണം നമ്മളിൽ തന്നെ കൊണ്ടുവരാൻ തേടുന്നത്. So we often seek the control through naming and desire. Taoism invites us to pause, observe and accept things as they are. അവിടെയാണ് താവോയിസത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നത്. അതെന്താണ് പറയുന്നത്? നമ്മൾ ആ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ നിർത്താനും നിരീക്ഷിക്കാനും അത് സ്വീകരിക്കാനും ആണ് താവോയിസം പറയുന്നത്. ഇറ്റ് ഇൻവൈറ്റ്സ് us to pause, observe and accept things as they are. ആ കാര്യങ്ങൾ ഉള്ളതുപോലെ, അതിനകത്തൊന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. So there is one way the awareness begins when we release the need to define everything. നമുക്ക് വേണ്ടത് അവയർനെസ് ആണ്. അപ്പോൾ എല്ലാം നിർവചിക്കുന്നതിൻ്റെ ആവശ്യകത എപ്പോഴാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്? നമുക്ക് അവബോധം വന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ അവബോധത്തിലൂടെ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് വേണ്ട വഴി ഏതാണ്, ആ വഴികളൊക്കെ നമ്മൾ ഈ പറഞ്ഞ നിഗൂഢതയിലൂടെ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത പ്രകൃതിയുടെ അറിയപ്പെടാത്ത രഹസ്യങ്ങളിലൂടെ നമുക്ക് അവയർനെസ്സിൽ കൂടി ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് നമുക്ക് അവബോധം ആവശ്യമായിട്ടും ഉള്ളത്. ഇതാണ് താവോയിസത്തിന്റെ കോർ കൺസെപ്റ്റുകൾ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ മാത്രം നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്താം. അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരു ചെറിയ മെഡിറ്റേഷനിൽ കൂടെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള നമുക്കൊരു ഡിസ്കഷനും ആകാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെക്കുറിച്ചുള്ള നമുക്ക് മനസ്സിലാകാത്ത പോയിന്റുകൾ ഒരുപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ ഈ ബുക്കിൽ കൂടെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഡൗട്ടും എനിക്കില്ല. അപ്പോൾ ചാപ്റ്റർ 1 റിമൈൻഡ്സ് us. എന്താണ് റിമൈൻഡ് ചെയ്യുന്നത്? ട്രൂത്ത് ഈസ് നോട്ട് ഓൾവേസ് വിസിബിൾ ബട്ട് ഓൾവേസ് പ്രസന്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്. സത്യം എല്ലായ്പ്പോഴും കാണാറില്ല, മറിച്ച് അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. സത്യം നിലനിൽക്കുന്നുണ്ട്, പക്ഷെ അതെപ്പോഴും നമ്മളുടെ ഒന്നും മുന്നിൽ പ്രത്യക്ഷപ്പെടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എംബ്രേസ് ദ മിസ്റ്ററി, ലെറ്റ് ഗോ ഓഫ് റിജിഡ് ഡെഫിനിഷൻസ്. നമ്മളതാണ് ഈ പറയുന്ന നിഗൂഢതയിൽ ആണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതറിയാനുള്ള വഴികൾ നമ്മൾ തേടണം. പ്രകൃതിയിൽ തന്നെ അത് കിട്ടും. ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. നമ്മൾ ചിലത് വിട്ടുകളയേണ്ടി വരും. നമ്മുടെ ജീവിതത്തിലും പ്രകൃതിയുടെ നിമിത്തത്തിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വരും. ബട്ട് ഇൻ സ്റ്റിൽനെസ് ദ താവോ റിവീൽസ് ഇറ്റ്സെൽഫ്. അപ്പോൾ നമ്മൾ മനസ്സിൽ കൂടിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ നിശ്ചലമായൊരു മനസ്സിൻ്റെ ഉടമ ആണെങ്കിൽ അത് പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരും, അത് വെളിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. The mystery upon mystery, the gateway to all understanding. അതുകൊണ്ടാണ് രഹസ്യത്തിനുമേൽ ഒരു നിഗൂഢതയുണ്ട്, അതാണ് എല്ലാ ധാരണയിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് ലവോത്സുവിൻ്റെ താവോ തേ ചിങ് എന്ന ബുക്കിലെ ചാപ്റ്റർ 1ൻ്റെ ഒരു ചെറിയ ഒരു കൺക്ലൂഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ സബ്ജക്റ്റിൻ്റെ കാഠിന്യം അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പല ആവർത്തികൾ ഈ ബുക്കിലെ ഓരോ വരികളും ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓരോ വരികളും ഓരോ വേർഡുകളും ഒരു പക്ഷേ നമ്മൾ പല ആവർത്തികൾ മാത്രം വായിച്ചെങ്കിലേ കാണാനുള്ളൂ. ഇതിനകത്തുള്ള കൂടുതൽ ഡെപ്തായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു കോർ കണ്ടന്റ് മാത്രം ഇവിടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശവും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ വിഷയത്തിലെ അതിൻ്റെ ഒരു മെഡിറ്റേഷൻ പാർട്ട് കൂടെ നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് തന്നെ തിരികെ വരാം. മനോജ് സാറെ കേൾക്കുന്നില്ല കേട്ടോ, മ്യൂട്ടാണ്. സൗബ് സാറ് നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? ഇപ്പൊ കേൾക്കാം. സാറെ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇത് സൗണ്ട് ഇപ്പൊ വരുന്നില്ല. സാറെ ഷെയർ ചെയ്യാം, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ.
ഒരു നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് എനിക്ക് ഇവിടെ. ഒരു ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? സുഖകരമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കും. ഇപ്പൊ മ്യൂസിക് പോയല്ലോ സാറേ. Gently close കേൾക്കാം your കേൾക്കാം. ഓക്കെ. Take a deep breath in and exhale slowly. Allow your body to relax. Release any tension in your shoulders, your face, or your hands. Let your breath flow naturally. Bring your awareness to this present moment. ഇന്ന് നാം ധ്യാനിച്ച വിഷയത്തിൻ്റെ കാതലായ ഭാഗങ്ങളൊന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. ലവോത്സുവിൻ്റെ ജ്ഞാനമനുസരിച്ച് എല്ലാ വാക്കുകളും ലേബലുകളും ആശയങ്ങളും തൽക്കാലം വിടുന്നു. ചിന്തകൾക്കപ്പുറമുള്ള മൗനത്തിൽ മനസ്സിനെ വിശ്രമിക്കാൻ അനുവദിക്കും. ഇതാണ് നാമരഹിതം, എല്ലാറ്റിൻ്റെയും ആരംഭം. എല്ലാം ഉദിക്കുന്ന വിശാലമായ ശൂന്യത. ഈ ശൂന്യതയിൽ വിശ്രമിക്കും. ലവോത്സു പഠിപ്പിക്കുന്നത് നാം ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോൾ നമുക്ക് ഈ അവസ്ഥ അറിയുവാൻ കഴിയുമെന്നാണ്. ആഗ്രഹങ്ങളിൽ ചുറ്റപ്പെടുമ്പോൾ നമ്മൾ പ്രകടനങ്ങൾ മാത്രമാണ് കാണുന്നത്. അതിനാൽ ഇപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രതീക്ഷകളും തൽക്കാലത്തേക്ക് വിടുക. മനസ്സിലാക്കാനുള്ള, നിയന്ത്രിക്കാനുള്ള, നേടാനുള്ള ആവശ്യം ഒന്നും തന്നെ ഇപ്പോൾ വേണ്ട. വെറുതെ ഇരിക്കും ഒരു സാക്ഷിഭാവത്തിൽ. ഈ തുറന്ന മനസ്സോടെ നിലനിൽക്കുന്നതിൻ്റെ മർമ്മം സ്വയം വെളിപ്പെടാൻ അനുവദിക്കും. വാക്കുകൾക്കപ്പുറം, രൂപത്തിനപ്പുറം നിലകൊള്ളുന്ന ശാശ്വതമായ ഈ പ്രകാശത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. ഇതാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. അന്ധകാരത്തിനുള്ള അന്ധകാരം, എല്ലാ മർമ്മങ്ങളുടെയും കവാടം ഇവയാണ്. ഒന്ന് ശ്രദ്ധിക്കൂ. പേരുള്ളതും പേരില്ലാത്തതും, സത്യവും അസത്യവും, എല്ലാ പ്രകടനങ്ങളും ഏതാണ്ട് എല്ലാ ഒരേ ഉറവിടത്തിൽ നിന്നാണ് ഉദിക്കുന്നത്. അവ ഒന്നാണ്, രണ്ടായി പ്രത്യക്ഷപ്പെടുന്നുവെന്ന് മാത്രം. നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തിൽ ഈ ഏകത്വം അനുഭവിക്കും. നിങ്ങൾ രൂപവും രൂപരഹിതവും, വ്യക്തിത്വവും സമഗ്രതയുടെ ഭാഗവും ആകുന്നു. ഒരു വേർതിരിവുമില്ല. ആ ഉറവിടത്തിൻ്റെ ഏകത്വത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ലയിപ്പിക്കും. Now, gently bring your awareness back to your breath. Feel your body seated here. Take a deep breath in, and as you exhale, carry this sense of peace and unity within you. ഒന്ന് മുതൽ 5 വരെ എണ്ണുന്ന സമയത്ത് 5 എത്തുമ്പോൾ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു.
പുതിയ കുറെ തിരിച്ചറിവുകളുമായി ഏറ്റവും ഉന്മേഷത്തോടെ, ഫീലിംഗ് ഗ്രേറ്റ്, ഫീലിംഗ് ഹാപ്പി അബൌട്ട് യു. ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞു തയ്യാറാകുമ്പോൾ കണ്ണുകൾ തുറക്കൂ. സംസാരിക്കാൻ കഴിയാത്ത ആ അവസ്ഥയെ തിരിച്ചറിയൂ. ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുന്ന ആ ബോധത്തോടെ നിങ്ങളുടെ ഈ ദിവസം തുടരൂ. സാബു സാറേ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും താവോ അല്ലെങ്കിൽ വഴിയെക്കുറിച്ചുള്ള അറിവ് ഒരു അവസാന ലക്ഷ്യമല്ല എന്നുള്ള ഒരു വലിയ അറിവാണ് നമുക്ക് തരുന്നത്. തുടർച്ചയായ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു യാത്രയാണ്. ഒരു രഹസ്യത്തിൽ നിന്ന് മറ്റൊരു രഹസ്യത്തിലേക്ക് കടക്കുന്ന അനുഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് എന്ന് സാറിൻ്റെ ഈ പുസ്തക പരിചയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലൂടെ മനസ്സിലാകുകയാണ്. രഹസ്യത്തിന് മീതെ രഹസ്യം എന്ന് പറയുമ്പോൾ വഴി അനന്തതയുടെ ഒരു സാക്ഷ്യപത്രമാണെന്നും പൂർണ്ണമായി പിടികൂടാനാകാത്തതും ഒരുപക്ഷെ അനുഭവിച്ചറിയേണ്ടതുമായ ഒരു സത്യം എപ്പോഴും സത്യമായി നിലനിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതാണ് എന്ന ഒരു വലിയ സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ, ആ മിസ്റ്ററിയായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ യാത്ര അനസൂയം തുടരുക. അത് ഒരു അനന്തതയുടെ യാത്രയാണ്. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് മനോജ് സാറ് ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ നടന്ന യാത്രകളിലേക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വിചിത്രമായ ഒത്തിരി സത്യങ്ങൾ നമ്മൾ കണ്ടെത്താം, അല്ലേ? പുതുമയുള്ളതും പേടിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഇതൊക്കെ എനിക്ക് വരേണ്ടതാണോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുമുണ്ട്. എങ്കിൽ പോലും ഇതെല്ലാം അനുഭവത്തിൻ്റെ എക്സ്പീരിയൻഷ്യൽ ജേണിയുടെ പാർട്ടാണ് എന്നുള്ളതാണ്. ആ യാത്രയെക്കുറിച്ചാണ്, ആ യാത്രയുടെ ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ അനുഭവങ്ങളെ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കാൻ, അങ്ങനെ രഹസ്യത്തിലേക്കുള്ള ആ യാത്രയിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മിസ്റ്ററി മാറി ഒരു ക്ലാരിറ്റിയിലേക്ക് വരും. ട്രൂത്ത് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കിട്ടും. മറ്റുള്ളവരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിൽ വലിയൊരു മാറ്റമുണ്ടാകും എന്നൊക്കെ താവോയിസത്തിൻ്റെ ഈ പ്രിൻസിപ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു. വളരെ മനോഹരമായിരുന്നു. കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും പകർന്നു കൊടുക്കാനൊക്കെ പറ്റുന്ന നമ്മൾ തിരുക്കുറൾ പറയാറുണ്ടല്ലോ, 133 ശ്ലോകങ്ങളിലൂടെ, വളരെ ചെറിയ ശ്ലോകങ്ങളാണ്. നമ്മൾ ഏകദേശം 59ഓളം ശ്ലോകങ്ങൾ കഴിഞ്ഞു. അടുത്ത ആഴ്ച 60 അപ്പോൾ എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത് ഈ ലവോത്സുവിന്റെ ഈ അല്ല സാർ പറയല്ലേ, പറഞ്ഞിട്ട് നെറ്റിന്റെ ചെറിയ ഇഷ്യൂ. അല്ല, ഇത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഞാൻ ആ പക്ഷിയുടെ കാര്യമൊക്കെ പറയും, കുഞ്ഞു പക്ഷിയുടെ അത്. അപ്പം നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെയും ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ഒരു പക്ഷേ ഇപ്പം ഈ ജിദ്ദു കൃഷ്ണമൂർത്തിയൊക്കെ പറഞ്ഞതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, അദ്ദേഹം ലോകം മുഴുവൻ നടന്ന്, അതും അവസാന കാലത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഉൾവെളിച്ചങ്ങളാണ് ഈ കൃഷ്ണമൂർത്തിയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കിടുകയൊക്കെ ചെയ്യുമായിരുന്നു ഇദ്ദേഹം ഈ യാത്രകളൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൽ ആരോ ചോദിച്ചു, അങ്ങ് പറഞ്ഞ ഈ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്നു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ആർക്കും ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളിയോട് തിരിച്ചു ചോദിച്ചു, പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വേറൊരു കഥയാണ് പറഞ്ഞത്. അതൊരു പൂവിനോട് എന്തിനാണ് വിരിഞ്ഞതെന്ന് ചോദിക്കുന്നത് പോലെയാണെന്നാണ്
കൃഷ്ണമൂർത്തി പറഞ്ഞ ഉത്തരം. അത് തന്നെയാണ് അല്ലേ, എന്തിൻ്റെയും ഉത്തരം നമ്മൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പല പ്രോബ്ലംസിനും ഒക്കെ ഉത്തരമാവും. സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ, ആ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റിയെടുക്കാം, യാത്ര സുഖകരമാക്കാം. ഇനി ഉലയനൻ Yes. സാർ പറയും, യെസ് സാർ. അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ടാകുന്നില്ലേ? സാറിൻ്റെ നെറ്റ് പോയോ? അങ്ങനെയാണെങ്കിൽ ടോമി സാർ പറയൂ. ഓമന മാം, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? സാർ പറയുന്നത് എനിക്ക് കേൾക്കാം സാറേ. ആണോ? കേൾക്കുന്നുണ്ട്. യെസ് യെസ് യെസ്. വേറെ ആരാ പറയുന്നേ? ജോഷിസ്, ഓക്കെ, റോയ്സ് സാർ വരുന്നുണ്ട്. റോയ്സ് സാർ പറയും. ലാവോസേത്തുവിന്റെ ചെയ്ത ഈ വിവരണാതീതമായ യാത്ര എന്ന ആ ബുക്ക് സാറത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ട് പറയുന്നത് ആവുമ്പോൾ അതിൽ കിട്ടുന്നതായ ഒരു സുഖം നമ്മളിലേക്കൊന്ന് ഷെയർ ചെയ്യാനുള്ള തുടക്കമാണ് സാറ് കുറിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ സാറ് പറയുന്നു സുഖം തേടിയുള്ള പോകുമ്പോൾ പല സത്യങ്ങളും നമ്മൾ അറിയാതെ വരുന്നു എന്ന് പറയുന്നത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ വേറെ പറയുന്നുണ്ട്, പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ കഴിയണം എന്നും പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളിൽ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ വരുമെങ്കിലും അത് എന്താണ് എങ്ങനെയാണെന്നൊന്ന് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ കുറേ കൂടെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ സത്യം എപ്പോഴും ഉണ്ട്, പക്ഷെ അത് വിസിബിൾ അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും, അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞ കാര്യങ്ങളും, അതുപോലെ മനസ്സ് പല കാര്യങ്ങളും വെളിപ്പെടുത്തും എന്ന് പറഞ്ഞതായ 3 കാര്യങ്ങൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു സാറ് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ അന്ധമായ ചില കാര്യങ്ങൾ ഇത് വരുന്നു. അത് തന്നെയല്ല സാറ് ഇത് പറഞ്ഞല്ലേ, നമ്മുടെ മെഡിറ്റേഷനിൽ കുറേ കൂടി ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വഴി ഉണ്ടാക്കി തന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ വ്യക്തമായി ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല സത്യത്തിൽ. അപ്പോൾ അത് ഏതായാലും ഒത്തിരി കാര്യങ്ങൾ നമ്മളിലേക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ഗൈഡ് ലൈൻസ് പോലെയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായത്. സാർ ഇനിയും തുടർന്ന് ഇതിൻ്റെ ഭാഗങ്ങൾ അവതരിപ്പിക്കുമ്പോഴേ അത് കൂടുതലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. പിന്നെ സാറേ ഒരു കാര്യം കൂടെ, ഈ ബുക്ക് ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ? പല ട്രാൻസ്ലേഷൻസും ഉണ്ട്. ആരെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടുള്ളവരുണ്ടോ എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവരുടെ ഒരു വെർഷൻ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ വായിച്ചിട്ട് പറയൂ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം സാബു സാറേ. ഈ ബുക്ക് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മദറിൻലോ വായിച്ചിട്ടുണ്ട് ഈ ബുക്ക്. പുള്ളിക്കാരത്തെയാണ് ഈ ബുക്ക് കിട്ടിയിട്ട് ആദ്യമായിട്ട് വായിച്ചത്. ഇപ്പം അമ്മ ഇതിനകത്ത്, വൈഫിനകത്തുണ്ട്. അജിത ജനാർദ്ദൻ എൻ്റെ വൈഫാണ്. പക്ഷേ അമ്മയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അജിത, അമ്മ വായിച്ച ബുക്കാണ്. അമ്മ കുറേ സമയം കൊണ്ടാണ് ഈ ബുക്ക് വായിച്ചിട്ട്, അങ്ങനെയാണ് ഞങ്ങളിത് വായിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സത്യത്തിലെ ഈ ബുക്ക് അജിത പറയും. അജിത, എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് ചോദിക്കാമോ? ഈ ബുക്കിനെ കുറിച്ച് വായിച്ചതിന് ശേഷമാണ് ഞാൻ വായിക്കാൻ തുടങ്ങി, എൻ്റെ വൈഫ് ഇത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ആ ബുക്ക് വായിച്ചുള്ളൂ, കംപ്ലീറ്റ് വായിച്ചു. പക്ഷെ ഒരു പ്രാവശ്യം കൊണ്ട് വായിച്ചുകൊണ്ട് മാത്രം നമുക്ക് അതിന്റെ ഫുള്ളായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയില്ല. ബട്ട് ടു റീഡ് more than 1, 2, 3 or 100 times we have to read that to understand all the elements, contents very perfectly, carefully. So we have to read again and again. It's a very nice and very, what's
നമുക്ക് നോളജ് തന്നെയല്ല, തോട്ട് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ പിന്നെന്താണ് ബുക്ക് പിന്നെ സൈക്കോളജിക്കൽ മിസ്റ്ററി ആണ് അല്ലേ? സൈക്കോളജിക്കൽ Yes. മിസ്റ്ററിയാണ്. Yes, sir. This psychology is there, philosophy is there. Huh? Yes. We have to read it very carefully. We have to understand the meaning of each and every stanza, every line of that. Then only we can understand the real meaning of that, what the writer has written. A very nice book, good book, very useful book. But everybody should, I say everybody should read that. Very good book. Thank you, Okay. ma'am. Thank you, Amma. Thank you. Right. ഈ സത്യത്തിൽ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കാൻ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം, നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കണം അല്ലേ? ഒരു പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ സത്യപ്രജ്ഞ ഈ ബുക്കൊക്കെ വായിച്ചാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകത്തുള്ളൂ. കാരണം നമ്മളൊരു സാച്ചുറേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തണം. കാരണം ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ലെവലാകണം. അപ്പോൾ ആ ലെവലാകുമ്പോൾ ഇതൊക്കെ പതുക്കെ വായിക്കുകയും ഇതിൻ്റെ അകത്തെ ഈ ഇന്നറിലുള്ള അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ നൂറുകണക്കിന് പ്രാവശ്യം വായിച്ചാൽ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വീണ്ടും മനസ്സിലാക്കും. കാരണം നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസിനെ ഈ വേർഷനിൽ കണ്ടെത്താൻ പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ ഈ ആധ്യാത്മിക തലത്തിലുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അത് കറക്റ്റായിട്ട് ആരെങ്കിലുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ അനുഭവങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ പറ്റുന്നത്. എനിവേ ഇറ്റ്സ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഇനി ആരാ പറയുന്നത്? അതിനകത്ത് സാറ് പറഞ്ഞ ആ കഥയുണ്ടല്ലോ, കാടിൽ തീ പിടിച്ച് എല്ലാവരും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടാ പോകുന്ന സമയത്ത് ഒരു പക്ഷി കടലിൽ പോയി വെള്ളത്തിൽ മുങ്ങി നനച്ചു കൊണ്ടുവന്ന് മുകളിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്തെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആശയങ്ങൾ കിട്ടും. കാരണം പ്രകൃതി നിയമം അനുസരിച്ച് അവനവന്റെ ജീവനം കൊണ്ട് ഓടുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അതല്ല, ഇതിനെ ഇങ്ങനെ ഒന്ന് നേരിടാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം എന്നതാണ് ആ കഥയിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. സാർ പറയും. Yes, sir. Correct ആണ്. അപ്പൊ അതുപോലുള്ള രീതിയിലാകുമ്പോൾ നമുക്ക് ഈസിയിൽ മനസ്സിലാവും. അല്ലാതെ ഇത് അമ്മയെക്കുറിച്ച് അമ്മ ഷീസ് 82 എങ്കിലും ഒരുപാട് വായിക്കുകയും അങ്ങനെയുള്ള അവയർനെസ് ഒക്കെ. ഓക്കെ, ഇനി ആരാ പറയുന്നത്? അവരുടെ അനുഭവങ്ങളെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ചേർത്ത് പറയാം അല്ലേ? ഇതുപോലത്തെ ഉദാഹരണങ്ങളും. ഉലയനൻ സാർ ഉണ്ടോ? സോറി സർ, എനിക്ക് സൗണ്ടില്ല, തൊണ്ടവേദന. ഓക്കെ, കുഴപ്പമില്ല, റിലാക്സ് ചെയ്തു, കുഴപ്പമില്ല. സാറേ, ഈ പുസ്തകം എവിടുന്നാണ് ലഭിക്കുന്നത് സാറേ? അവൈലബിൾ ആണ്? ആ, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലായിടത്തും മാർക്കറ്റിൽ അവൈലബിൾ മലയാളം ആണ്. നോക്കിക്കോട്ടെ, മിക്കവാറും എനിക്ക് തോന്നുന്നല്ലേ DC ബുക്സ് ആണ്. ആരാ എൻ്റെ മലയാളം സാറേ അറിയോ? ഇതിന്റെ സാറേ ഇതിനകത്ത് ഇത് ഞാൻ മലയാളം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കും. ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഷൗക്കത്താണ് മലയാളത്തിൽ ആദ്യമായിട്ട് ലവർസുവിന്റെ പബ്ലിഷർ ആരാ സാറേ? ഈ പബ്ലിഷർ ഞാൻ ഇതിനകത്ത് ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സാർ. ഒരു സെക്കൻഡ് എനിക്ക് തന്നെ സാർ, ഞാൻ നോക്കി ടൈപ്പ് ചെയ്തിരാം സാർ. അതുപോലെ ഗോകുമാർ സാർ പറഞ്ഞു. എനിക്ക് പറയാനുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, ബുക്ക് വായിച്ച കാര്യം നമ്മൾ ഏത് ആംഗിൾ എന്ത് നമ്മൾ വിചാരിച്ച് വായിക്കുന്നോ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ സൈക്കോളജിയാണ് വിചാരിച്ച് ചെയ്യുന്നതെങ്കിൽ സൈക്കോളജി വിചാരിക്കാം, അതല്ല വേറെ ഒന്നാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അത് പറ്റിയാണെന്ന് സാറിൻ്റെ അമ്മാവി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ഞാൻ വായിച്ചിട്ടില്ല ബുക്ക്. പിന്നെ ഒന്ന്, ആ പക്ഷിയുടെ കാര്യം. ഇന്ന് പലരും ചെയ്യുന്ന ഒരു പ്രശ്നം വരുമ്പോൾ സ്വന്തമായിട്ട് രക്ഷപ്പെടുക, വേറെ ഒന്നും ചെയ്യാൻ വരുന്നില്ല. അവരവർക്ക് ചെയ്യാൻ കഴിവുള്ളത് അവരവർ ചെയ്യുക. അത് പക്ഷിയല്ല, എന്തായാലും ശരി അത് ചെയ്യുക. അത് ആ കൊച്ചു പക്ഷി അത് കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് അത് മനസ്സിലായി. അത് നല്ല രീതിയിൽ മനസ്സിലായി. നല്ല അവതരണമാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി ആരോളെ? ജോഷ് സാറുണ്ട്. കുഞ്ഞേ മാസ്റ്റർ ഒന്നും പറഞ്ഞില്ലല്ലോ ക്ലാസ്സിനെ കുറിച്ച്. സാറേ താങ്ക് യു സാർ. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കേൾക്കാൻ ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ഏതായാലും കേട്ട ഭാഗങ്ങൾ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു നല്ല ചിന്തകൾ, അതായത് ഇവിടെ ആഗ്രഹങ്ങളാണ് എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ എന്ന് വളരെ വിസ്തരിച്ചുകൊണ്ടുള്ളൊരു വിശദീകരണം. അത് ബുദ്ധിസ്റ്റ് ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്തകളാണ്. അതിലൊക്കെ അപ്പുറം നമ്മൾ ഈ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക, അതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്നാണ് മറ്റൊരു പോയിന്റ്. അത് വളരെ അർത്ഥവത്താണ്.
ഭാവി തലമുറക്കും ഇവിടെ ജീവിക്കണം. അതും കൂടി ഇതിൻ്റെ ഭാഗമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, അങ്ങനെ ഒരു കവിത, ഒരു വരികളെ ഓർമ്മ വരികയാണ്. അതും കൂടി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വയം നന്നായി ജീവിക്കുവാനും സമൂഹത്തിനും ലോകത്തിനും തന്നെയും നന്മ ഉണ്ടാകുവാനുമുള്ള ഏക വഴിയാണ് പ്രകൃതിയുമായി ഇണക്കിക്കൊണ്ടുള്ള, പ്രകൃതിയെ നോവിക്കാതെ നമ്മൾ ജീവിതം. അത് അങ്ങനെയുള്ള ചില പോയിന്റുകളാണ് സാറിൻ്റെ ഇതിൽ എനിക്ക് പുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, താങ്ക് യു സർ വെരി മച്ച്. ഇനിയും ഇതിൻ്റെ തുടർച്ച ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ശ്രീലത മാം, സ്നേഹലത മാം, ഉലഹനൻ സർ, രമാദേവി മാം, പറഞ്ഞോളൂ. സാർ, ഞാൻ അല്പം വൈകിയാണ് കയറിയത്. എല്ലാവർക്കും നമസ്കാരം. കുറച്ചു കാലമായി ഇപ്പൊ ഞാൻ, അതുകൊണ്ട് പിന്നീട് പറയാം സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഉലഹനൻ സർ, അൺമ്യൂട്ട് ചെയ്തോ. തൽക്കാലം നെറ്റ് കിട്ടി. ഞാൻ ഒന്ന് കേൾക്കാമോ സാർ? കേൾക്കാം, പറഞ്ഞു സാറേ. ജോർജ് സാറേ ഒന്ന് പറഞ്ഞോട്ടോ. ഉലഹനൻ സാർ. പോക്കിങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് പോകുമ്പോൾ പല വഴികളിലൂടെ സഞ്ചരിച്ച് ഓരോ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അടുത്തത് എന്താ എന്നൊരു ചോദ്യം നാം തന്നെ നമ്മോട് ചോദിക്കുകയും യാത്ര അവസാനിപ്പിക്കാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും. നിഗൂഢതകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതല്ലല്ലോ, ഇനിയും അപ്പുറത്തില്ലേ എന്നൊരു അന്വേഷണ ത്വര നമ്മളിൽ ഉണ്ട്. ആ യാത്രയിൽ പുതിയ മതിലുകൾ തുറക്കുകയാണ്. എൻ്റെ യാത്ര കഴിഞ്ഞു എന്ന് എനിക്കല്ല പറയാനുള്ള അധികാരം എൻ്റെ പിതാവിന് തന്നെയാണ്. അദ്ദേഹം നമ്മളെ മറ്റൊരു യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് ചിന്തിച്ചാൽ ഇവിടെ രഹസ്യങ്ങളുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെ മിച്ചം കിടക്കുന്നു, ഈ ഭൂമിയിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ അതെന്താ എന്ന് അന്വേഷിക്കാനുള്ള മനുഷ്യന്റെ ത്വരയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മൾ കയറിപ്പോകുന്നത്. എൻ്റെ ഒരു കുഞ്ഞു മിനിറ്റ്, ഞാൻ ആ യാത്രാവിവരണത്തിൽ പറഞ്ഞിരുന്നു, ഒരു കുഞ്ഞു ചതിപ്പിൽ നിന്ന് തുടങ്ങിയ സാംബസി നദി 6 രാഷ്ട്രങ്ങളിലൂടെ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പതിക്കുന്ന രംഗമാണ് ഉള്ളത്. ഓക്കെ, സാർ പറഞ്ഞു. ബ്രേക്കായി പോകുന്നു. ഒരു വലിയ സ്ഥലത്തേക്ക് ചെന്ന് വീഴുകയാണ്. അതിനുശേഷം നമ്മൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതാവുന്നു. അത് തന്നെയാണ് ഇന്ന് സാറ് നമുക്ക് മുമ്പിൽ കാലാവസ്ഥയുടെ ആ കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എൻ്റെ അർത്ഥതലങ്ങൾ അതാണ്. ഓക്കെ സർ. പറഞ്ഞോളൂ ജോർജ് സാർ. ആദ്യം മനോജ് സാറിന് വീണ്ടും ഒരു നന്ദി. ഒരു പുതുമയുള്ള വിഷയം ഇവിടെയുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കാനായിട്ട് വഴിമരുന്നിട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രഹസ്യം. വലിയൊരു രഹസ്യത്തെ കുറിച്ചാണ് പലപ്പോഴും ഇതുപോലെയുള്ള പുസ്തകങ്ങളും ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അതിനെ ഇതുപോലെ ആളുകളുമായി പറയുന്നു. എന്നിരുന്നാലും ഈ ആളുകളെല്ലാം രഹസ്യത്തെ വളരെ കൃത്യമായിട്ട് അങ്ങ് വർണ്ണിക്കാനും വിവരിക്കാനും പറഞ്ഞു വെക്കാനും തയ്യാറാകാറുണ്ട്. അതിൽ ഏറ്റവും വലിയ രഹസ്യമാണ് ദൈവം. ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു കൂട്ടർ കിണഞ്ഞു പരിശ്രമിക്കുന്നു. അപ്പൊ തന്നെ ആ രഹസ്യത്തിന്റെ ഇവരുടെ ശ്രമം എത്ര പൊള്ളത്തരമാണെന്ന് നമുക്കറിയാം. ദൈവം ആര്, ഈ പറയുന്ന ആളാര്?
ആ ദൈവത്തെ തൻ്റെ തലയ്ക്കകത്താക്കിയിട്ട് അതനുസരിച്ച് ഒരു വരയിലൂടെ ദൈവത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ പൊള്ളത്തരം. തത്തുല്യമായ നിരവധി ഈ കഥകൾ മലയാളത്തിലും അല്ലാതെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കടൽക്കരയിലിരുന്ന് കക്കായിക്കകത്ത് ഒരു കുട്ടി കടൽ വെള്ളത്തെ കോരി പറ്റിക്കാൻ ശ്രമിക്കുന്ന ആ സംഭവം. ഒരുപാട് നിത്യജീവിതത്തിൽ നമുക്ക് ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ, സാറിന്റെ ക്ലാസ്സിൽ ഇടയ്ക്ക് അതുണ്ടായിരുന്നു, പ്രകൃതി പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ വെയിലാണെങ്കിൽ വേറൊരിടത്ത് മഴ, ഇവിടെ നല്ല വരൾച്ചയാണെങ്കിൽ വേറൊരിടത്ത് വെള്ളപ്പൊക്കം. അതുപോലെ തന്നെ കുറെ മനുഷ്യരും നല്ലപോലെ കറുത്തിരിക്കുന്നു, കുറെ പേര് വെളുത്തിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിച്ച് പോയി കഴിയുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ ഓരോരുത്തർക്കും ബോധ്യപ്പെടും. അല്ലാതെ കണ്ട് ഇതിന്റെ മുഴുവൻ രഹസ്യങ്ങളും നമുക്ക് ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ സാധിക്കത്തില്ല. കടലിലെ എത്രയോ കുഞ്ഞു മത്സ്യങ്ങളുണ്ട്, വലിയ അതിഭീകരനായ തിമിംഗലവും അതിനെയൊക്കെ പോലെ ഈ ചെറിയ മീനുകളെ പിടിച്ചു തിന്നുന്ന കുറെ മത്സ്യം. എന്നിട്ട് ഈ മത്തി കുറയുന്നുണ്ടോ? ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ ചൂടൻ അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ചെറിയ നത്തോലി മീനൊക്കെ എന്തുമാത്രമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം വളരുകയാണ്. കാടിന്റെ അകത്ത് ക്ഷുദ്രമായ അല്ലെങ്കിൽ ക്രൂരമായ വിഷമുള്ള പാമ്പുണ്ട്, മറ്റ് വലിയ ആക്രമിക്കുന്ന മൃഗങ്ങളുണ്ട്. എന്നാലും അവിടെയെല്ലാം മാനൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഒരുപാട് രഹസ്യങ്ങളിലേക്ക് മനസ്സിലാക്കാനും കുറെയൊക്കെ മനുഷ്യന് എളിമപ്പെടാനും ഒക്കെയാണ് ഈ രഹസ്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോതരം ബോധ്യങ്ങളാകാം ഓരോന്നിൽ നിന്നും ലഭിക്കുന്നത്. എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ സാധിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് താവോയിസത്തെയും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓരോരുത്തരും വിശ്വസിക്കുന്ന മതത്തിലും ധാരാളം കാര്യങ്ങൾ, ഭഗവത്ഗീത പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ, ബൈബിളും മറ്റ് പരിശുദ്ധ ഖുർആനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് അതിന്റെ പണ്ഡിതന്മാരും ആചാര്യന്മാരും ഒക്കെ വിവരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ചിലപ്പോഴുണ്ടാകാം. എന്നാൽ ഇതിന്റെ എല്ലാം ആത്യന്തികമായ ഉദ്ദേശം മനുഷ്യനും ഈ ലോകവും നന്മയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പറച്ചിലുകളിലെല്ലാം ഒരർത്ഥവുമില്ല. മനുഷ്യരെല്ലാവരും നല്ലതായി പോകാൻ പല വഴികൾ, പല മാർഗങ്ങൾ, നന്നായി പോകട്ടെ. അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ വളരെ നല്ലതാണ്. സന്മാർഗ ക്ലാസ്സുകളും ഇതുപോലെയൊക്കെയുള്ള ക്ലാസ്സുകൾ സ്കൂളുകളിലുമൊക്കെ പഠിപ്പിക്കുന്ന രീതി നല്ലതാണ്. എല്ലാവരും നന്മകളായിട്ട് യത്നിക്കട്ടെ. എല്ലാ നന്മകളെയും പ്രോത്സാഹിപ്പിക്കാം. അതുകൊണ്ട് നമ്മളെ തന്നെ സ്ഫുടം ചെയ്യാൻ ഇടവരട്ടെ. വളരെ നിസ്സാരം, അരി എപ്പോഴാ ചോറാകുന്നത്? എന്നും ചോറ് കഴിക്കുന്നവരാണ്. ഇതെപ്പോഴാണ് ചോറായി മാറുക? ഒരു കുഞ്ഞു രഹസ്യം, ഒരു വലിയ രഹസ്യം. ഇങ്ങനെ ഓരോന്നിനെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ തൈകൾ എപ്പോഴാണ് വളരുന്നത്? ചെടികൾ എപ്പോഴാണ് വളരുന്നത്? ആർക്കെങ്കിലും കാണാൻ പറ്റിയോ ഇതിങ്ങനെ വളർന്ന് മേലോട്ട് വരുന്നത്? അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഓടിക്കുന്ന വാഹനത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ചോറായി കഴിക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ എന്തൊക്കെയായി അത് മാറുന്നു. വലിയൊരു പരിപാടിയാണ് ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഈ എത്രയോ യന്ത്രങ്ങൾ വെച്ച് പ്രവർത്തിപ്പിച്ചാൽ നടക്കേണ്ടതായ കാര്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഉള്ളിൽ വളരെ സുഗമമായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി എളിമപ്പെടുകയും ഒത്തിരി കീഴടങ്ങുകയും ചെയ്യും. നമുക്കറിയാവുന്ന എന്താണ്? കുറച്ച് ഭാഷ അറിയാം, കുറെ പരിപാടികളൊക്കെ ചെയ്യാൻ അറിയാം, അതിനപ്പുറം നമുക്ക് എന്തറിയാം? പക്ഷേ ഇവൻ കേമനാണ്,
കേമിയാണ്, വലിയ ഉഗ്രൻ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നു. ഒന്നുമില്ല, അഹങ്കരിക്കാൻ ഒരു വഴിയുമില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം അനുഗ്രഹീത കലാകാരൻ ഷൂട്ടിങ്ങും കഴിഞ്ഞ് കിടന്നു. പിറ്റേന്ന് വീട്ടിൽ പോകാൻ പറ്റിയില്ല. നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഈ സംഭവിക്കുന്നത്. വളരെ നല്ല മനുഷ്യർക്ക് ഒരുപാട് തരം വേദനകൾ വരുന്നു. വളരെ ക്രൂരന്മാരായ ആളുകൾ, കൊള്ളക്കാരായ ആളുകൾ നല്ലതുപോലെ ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മുടെ ആ വർത്തമാനകാലത്ത് നമുക്ക് തോന്നുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ രഹസ്യങ്ങളിൽ നിന്ന് രഹസ്യങ്ങളിലേക്ക്, അതിന്റെ മുകളിലാണ് ഓരോന്നും പടുത്തുയർത്തുന്നത്. വീണ്ടും അവസാനിപ്പിക്കട്ടെ. എളിമയുള്ളവരാകാം. മനോജ് സാറിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു സാർ. വേറെ ഇനി ആരാണ് പറയാനുള്ളത്? മേരി മാം. ഞാൻ പറയാം സാറേ, എനിക്ക് ഇതിനെപ്പറ്റി അത്ര ആധികാരികമായിട്ടൊന്നും പറയാം ഞാൻ, കാരണം ക്ലാസ് ഇപ്പോൾ ഒക്കെ കേട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും വായിച്ചാൽ അധികം മനസ്സിലാക്കത്തില്ല. മനസ്സിലാക്കിയെടുക്കാൻ പല പ്രാവശ്യവും വായിച്ചാലൊക്കെ. പക്ഷേ മനോജ് സാറ് അത് പഠിച്ച് നന്നായിട്ട് പഠിച്ചത് വ്യാഖ്യാനിച്ച് നമുക്ക് തരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു അവബോധം ഉണ്ടാവുകയാണ്. അപ്പം നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെയുള്ള അറിവുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം അത് നമ്മുടെ അമിതമായ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു തടയിടാൻ നമ്മളെ സഹായിക്കും. ഒരു ഇടയ്ക്കൊരു സ്റ്റോപ്പ്, ഒരു ബ്രേക്ക് വളരെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞ കൊച്ചു പക്ഷിയുടെ ഉദാഹരണം എനിക്ക് തോന്നിയത് പെട്ടെന്ന് ഓർമ്മ വന്ന്, നമ്മുടെ 2018 വെള്ളപ്പൊക്കക്കാലത്ത് നമ്മുടെ കൊല്ലത്തെ മത്സ്യബന്ധനക്കാർ അവരുടെ സ്വന്തം ജീവൻ അവഗണിച്ചുകൊണ്ടാണ് അവരെ രക്ഷാപ്രവർത്തനത്തിന് പോയത്. ആ സെയിം അതാണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യജീവിതത്തിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് അതൊക്കെയാണ്. പക്ഷെ നമുക്ക് പലർക്കും നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലായിട്ട് പലതും സാധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി അറിഞ്ഞില്ല എന്നുള്ളതാണ് ഞാനിപ്പം അറ്റൻഡ് ചെയ്തപ്പോഴേ. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിനൊരു ശാന്തത, ഒരു പക്വത വരാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വളരെ നല്ലതാണ്. എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് സാറേ. താങ്ക്സ്. ഓക്കെ. ഓക്കെ, ഇനി ആരുള്ള? മേരി മാം ഉണ്ട്, സ്നേഹൃത മാം ഉണ്ട്. ഓക്കെ, മനോജ് സാർ എന്നാലൊന്ന് കൺക്ലൂഡ് ചെയ്യും. സാറിന്റെ യാത്ര പോയ വഴിയൊക്കെ ഒന്ന് പറയൂ. അല്ല സാർ, ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഈ ജോഷി സാറിൻ്റെ വാചകങ്ങൾ സാറ് പറഞ്ഞതിൽ വളരെ അർത്ഥപൂർണമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാർ ഇവിടെ പറഞ്ഞതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത് സാറ് പറഞ്ഞതിൽ മനുഷ്യരുടെ പൊള്ളയായ കാര്യങ്ങളെക്കുറിച്ച് സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അതിനെക്കുറിച്ചും ഈ കഥ കേൾക്കുന്ന ഒരിക്കൽ ഗുരുവും കുറെ ശിഷ്യന്മാരും ഒരു കാട്ടിലൂടെ ഇങ്ങനെ വളരെ മൗനമായി ഇങ്ങനെ നടന്ന് ആ മൗനത്തെയൊക്കെ ഇങ്ങനെ അതിജീവിച്ച് ഇവരുടെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോഴേ ഈ ഗുരു പെട്ടെന്ന് നിന്നു. അപ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ കുറേ ഈ മരം വെട്ടുന്ന കുറേ ആൾക്കാർ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. അപ്പോൾ ആ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൻ്റെ ആ മരങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ഒരു വൻമരം ഉണ്ടായിരുന്നു, അവർക്കരികിലുണ്ടായിരുന്നു. പക്ഷെ അവർ ആ വൻമരം മാത്രം മുറിച്ചില്ല. ബാക്കിയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഇവർ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ മരം വെട്ടുന്നവർ. അപ്പോൾ ഗുരു ഇത് ശ്രദ്ധിച്ചു. ഗുരു എന്നിട്ട് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു, അവരെന്തുകൊണ്ട് ആ വലിയ വൻ വൃക്ഷം വെട്ടിയില്ല എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോഴാണ് ഈ ശിഷ്യന്മാരും ഈ കാര്യം ശ്രദ്ധിച്ചത്. ആ ഒരൊറ്റ മരം ആവശ്യത്തിന് മതിയാവാം ചിലപ്പം ഇവർ ഈ വെട്ടുന്ന കൂട്ടത്തിൽ. എന്നിട്ട് എന്താണ് ആ വലിയ മരം മുറിക്കാതിരുന്നതെന്ന് ശിഷ്യന്മാരും ആലോചിക്കാൻ തുടങ്ങി. അപ്പം ഗുരുവാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് അവർ വെട്ടിയില്ല എന്ന് ചോദിച്ചു. ശിഷ്യന്മാർക്ക് അതിനുള്ള ഉത്തരവുണ്ടായിരുന്നില്ല. അവർ നേരെ പോയിട്ട് ഈ മരം വെട്ടുന്നവരുടെ അടുത്ത് എത്തി ഇവരെയും ചോദിച്ചു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ആ വൻവൃക്ഷം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ട ആ വൻവൃക്ഷം, ആ മരം എന്തിനു കൊള്ളാം, ഒരു ഉപയോഗമില്ലാത്തതാണെന്ന് പറഞ്ഞു. പൊള്ളയായ ഒരു മരമാണ്, കാഴ്ചയിൽ ഭയങ്കര വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു ഉറപ്പുമില്ല അതിന്. അത് വെട്ടിയിട്ട് എന്തുണ്ടാക്കിയാലും അത് ഒടിഞ്ഞു വീഴുകയുള്ളൂ. വെട്ടിമുറിച്ച് അത് വിറകാക്കാം എന്ന് വിചാരിച്ചു പോലും അത് കത്തുക പോലും ഇല്ല, അത് പുകയാകുകയുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ ഉത്തരവായിട്ട് ശിഷ്യന്മാർ തിരിച്ചു വന്ന് ഗുരുവിനോട് ഈ വിവരം പറഞ്ഞു. അപ്പോൾ ഗുരു അവരോട് തിരിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ ആ മരത്തെ പോലെയാകുക എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ ഗുരു മറ്റാരും ആയിരുന്നില്ല, ലവോത്സു തന്നെയായിരുന്നു എന്നാണ് ഈ കഥ പറയുന്നത്. അപ്പം ആ മരം ഒന്നിനും കൊള്ളാത്തത് എന്ന് തോന്നുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും അത് കൊള്ളത്തില്ല. മരം പൊള്ളയാണല്ലോ. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിന് സഹായമാകാത്തത് കൊണ്ടാണ് അതൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഇത് ലൈഫുമായിട്ട് ബന്ധിക്കുമ്പോൾ ജോഷി സാർ പറഞ്ഞ മാതിരി പ്രകൃതിയുടെ എന്താണ് ഒന്നും തടസ്സം വരാത്ത രീതിയിൽ തനതായ ജീവിതം നയിക്കുന്ന മരം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു സൂക്ഷ്മത അത് നമുക്ക് അറിയണമെങ്കിൽ പ്രകൃതിയുടെ സൂക്ഷ്മത അറിയണം. ഇതിനകത്ത് ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ, അത് ജോഷി സാർ അത് പരാമർശത്തില്ലാതെ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ കഥയുമായിട്ട്. നമ്മൾ പലപ്പോഴും ഈ പാഴ് വസ്തുക്കളെന്ന് തോന്നുന്നവയുടെ ഗുണം അല്ലെങ്കിൽ മഹിമയുണ്ടല്ലോ, അത് പ്രത്യക്ഷമല്ല. അത്ര മാത്രമേ ഉള്ളൂ. ഗുണം അവിടെ ഉണ്ട്, അത് പ്രത്യക്ഷമല്ല എന്നല്ല, അത് വളരെ സൂക്ഷ്മമാണ്. അതിനെ വളരെ ആഴത്തിൽ പോയി പഠിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ കാണുന്ന ഈട്ടിയും തേക്കും ചന്ദനവും ഒക്കെ നല്ല വൃക്ഷങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് വരാൻ പറ്റും. അതിനകത്തൊരു കച്ചവട ലാഭവും ഒക്കെ ഉണ്ട്. ഈ പാഴ്മരത്തിന് എന്താണ്? ഒന്നുമില്ല, കച്ചവട താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മനുഷ്യർ ഇതുപോലെ മുദ്ര കുത്തപ്പെടും എന്നാണ് ലവോത്സു ഈ ശിഷ്യന്മാരോടൊക്കെ ഉപദേശിച്ചത്. വളരെ കൃത്യമല്ലേ സാബു സാറെ പറഞ്ഞത്? തീർച്ചയായും അതാണ് സാർ ജോഷി സാറിൻ്റെ പരാമർശത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. താങ്ക് യു ജോഷി സാർ. സാറ് പറഞ്ഞൊക്കെ വളരെ എനിക്ക് ഈ പറഞ്ഞപ്പോഴാണ് ഈ കഥ എനിക്ക് ഓർമ്മ വന്നത്. ഈ ബുക്കിന്റെ പബ്ലിഷറിന്റെ ഡീറ്റെയിൽസ് സാർ ഇട്ടിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടിരുന്നു. അത് വായിക്കാമോ സാബു സാറേ? കാണാം. നിത്യാഞ്ജലി ബുക്സ്, സാമ, സിംഫണി ഓഫ് Yes. വാല്യൂസ്, മേപ്പാടി, Yes. വയനാട്. അതെ അത് ഇത് ട്രാൻസ്ലേഷൻ ചെയ്ത ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരു ചരിത്രകാരനാണ് അദ്ദേഹം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സ്പിരിച്വലി അല്ലെങ്കിൽ ഗുരു നിത്യ ചൈതന്യമായിട്ട് വളരെ അധികം ബന്ധമുള്ള ഒരു ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വളരെ വിശദമായിട്ട് ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ അദ്ദേഹം ഈ ബുക്കിനെ ട്രാൻസ്ലേറ്റും ചെയ്തിട്ടുണ്ട് സാബു സാർ. മലയാളത്തിലെ പേരാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് അല്ലല്ലേ? അല്ലല്ല, ഷൗക്കത്തിന്റെയാണ് താഴ്വരയുടെ സംഗീതം. താഴ്വരയുടെ സംഗീതം. താഴ്വരയുടെ സംഗീതം എന്നാണ് ഷൗക്കത്ത് ആ ബുക്കിന് പേരിട്ടിരിക്കുന്നത്. ലവോത്സൂസ് താവു തേ ചിങ്ങിന്റെ അതിന്റെ വിവർത്തനമാണ്. പക്ഷെ അദ്ദേഹം ഇതിനിട്ടിരിക്കുന്ന പേര് താഴ്വരയുടെ സംഗീതം എന്നാണ്. യെസ്. ഓക്കെ, അപ്പോൾ ഇനി വേറെ ആരും ഷെയർ ചെയ്യാനില്ലെന്ന് വിചാരിക്കാം. എനിവേ താങ്ക് യു സാർ, താങ്ക് യു. വളരെ മനോഹരമായി താവോയിസം എന്നൊക്കെ പറയുമ്പോൾ ശരി, വളരെ പ്രാധാന്യമുള്ള ജീവിതത്തിൻ്റെ ഈ ദർശനങ്ങളുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ഏരിയകളാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, എങ്കിലും ഇത്ര ആഴത്തിൽ നമുക്ക് ചിന്തിക്കാനൊരു അവസരം, കൂടുതൽ ചിന്തിക്കണമെന്നും കൂടുതൽ അറിയണമെന്നും ജീവിതത്തെ കൂടുതൽ കറക്റ്റ് ചെയ്യണമെന്നും അല്ലേ? മേരിമാ എന്തെങ്കിലും പറയുന്നു? മേരിമാൻ പറഞ്ഞോളൂ. താങ്ക് യു പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഓക്കെ. അപ്പൊ അങ്ങനത്തെ ദർശനങ്ങളൊക്കെ തിരിച്ചറിയാൻ മനോജ് സാറിലൂടെ ഒരു വലിയ അവസരമായി. അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു മനോജ് സാർ ഒരിക്കൽ കൂടി. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ, നാളെ നമുക്ക് കഥയിലേക്ക് പോകാം. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ. റൈറ്റ്.